നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ സീരി ബിയിൽ, അതായത് ബ്രസീലിയറോ സീരിയയുടെ രണ്ടാം ഡിവിഷനിൽ കളിച്ചിരുന്ന ടീമാണ് സാന്റോസ്. ഇത്തവണ അവർ പ്രൊമോട്ടഡ് ആയിട്ട് സീരിയയിലേക്ക് എത്തി. ആദ്യ മത്സരം വാസ്കോഡി ഗാമയോട് തോറ്റു. നെയ്മർ ജൂനിയർ ഇല്ല. അപ്പോൾ അടുത്ത മത്സരം ബാഹിയക്കെതിരെ ഏപ്രിൽ 7-നാണ്, പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക്. ആ കളിയാകുമ്പോഴേക്കും നെയ്മർ ഫിറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഉറപ്പൊന്നും ഇതുവരെ ഒരു സോഴ്സിൽ നിന്നും വന്നിട്ടില്ല. നെയ്മർ ഫിറ്റ് ആകുമെന്ന് കരുതാം. അപ്പോൾ നെയ്മർ ഇല്ലെങ്കിൽ സാന്റോസ് എത്രത്തോളം വീക്കാണ് എന്ന് കാണിക്കുന്ന തെളിവുകൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഈ സീസൺ എന്ന് പറയുമ്പോൾ സീരിയ തുടങ്ങിയിട്ടില്ല. ബ്രസീലിയൻ സ്റ്റേറ്റ് ലീഗിൽ ആണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ കണക്ക് പറയുന്നതിൽ സീരിയയുടെ ഒറ്റ കളിയേ ഉള്ളൂ. ബാക്കി ബ്രസീലിയൻ സ്റ്റേറ്റ് ലീഗിലെ കളികളാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കുക, വിത്തൗട്ട് നെയ്മർ അവർ ഈ സീസണിൽ 8 മത്സരങ്ങൾ കളിച്ചു. എന്നിട്ട് എന്തുണ്ടായി? 2-2 കളികളാണ് ജയിച്ചത്. 5 തോൽവികൾ, 1 സമനില. 11 ഗോളുകൾ അവർ സ്കോർ ചെയ്തു. 14 എണ്ണം തിരികെ വാങ്ങി. 8 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 104 ഷോട്ടുകൾ ഉതിർത്തതിൽ 29 എണ്ണം മാത്രം ടാർഗറ്റിലേക്ക്. ഇതാണ് വിത്തൗട്ട് നെയ്മർ അവരുടെ കളിയെങ്കിൽ നെയ്മർ വന്നപ്പോഴുള്ളൊരു ഇമ്പാക്റ്റ് നോക്കുക. വിത്ത് നെയ്മർ 7 കളികളിൽ നിന്ന് 4 വിജയം, 1 തോൽവി, 2 സമനില. ആ വ്യത്യാസം നോക്കണം. വിത്തൗട്ട് നെയ്മർ 8 കളി, 2 വിജയം, 5 തോൽവികൾ, 1 സമനില. ഇവിടെ 7 മത്സരങ്ങൾ, 4 വിജയം, 1 സമനില, 1 തോൽവി, 2 സമനിലകൾ. ഇതാണ്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. 7 കളിയിൽ നിന്ന് ഒരേ ഒരു കളിയാണ് ഇവിടെ തോറ്റതെങ്കിൽ നെയ്മർ ഇല്ലാതെ 8 കളികളിൽ നിന്ന് 5 കളികൾ തോറ്റിട്ടുണ്ടായിരുന്നു. 13 ഗോളുകൾ നെയ്മർ ഉള്ളപ്പോൾ ഒരു ഗോൾ സ്കോർ ചെയ്തു. തിരികെ വാങ്ങിയത് 4 ഗോളുകളാണ്. ആ വ്യത്യാസവും നോക്ക്. ഗോൾ ഡിഫറൻസും പോസിറ്റീവാണ്. അപ്പോൾ നെയ്മർ വരുമ്പോൾ, നെയ്മർ ഡിഫെൻഡ് ചെയ്ത് ഗോൾ തടഞ്ഞു എന്നല്ല പറയുന്നത്. നെയ്മർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടീമിന് ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസം. പിന്നെ നെയ്മർ വന്നതിന് ശേഷം അവർ ടീമിലേക്ക് കുറച്ച് മികച്ച താരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു. അതൊക്കെ നെയ്മറുടെ വരവിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. 18 ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു നെയ്മർ വന്നതിന് ശേഷം. 108 ഷോട്ടുകൾ തീർത്തതിൽ 30 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. സോ ദാറ്റ്സ് ദി ഡിഫറൻസ്. വിത്ത് നെയ്മർ സാന്റോസ് വേറെ ലെവൽ രൂപത്തിലൊരു പെർഫോമൻസ് ആണ് നടത്തുന്നത്. സോ കൃത്യമായ, വ്യക്തമായ നെയ്മർ ഇമ്പാക്റ്റ് നമുക്ക് അവിടെ കാണാം. സാന്റോസിന് മുന്നോട്ട് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയർ തിരികെ എത്തണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.